ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പതിവ് പോലെയുള്ള വോട്ടിലെ ഏറ്റക്കുറച്ചിലുകൾ എന്ന മറുപടിയിൽ ഒതുങ്ങില്ല ബിജെപിയുടെ പാലക്കാട്ടെ ക്രിസ്റ്റൽ ക്ലിയർ തോൽവി. തൃശൂരാനന്തരം കരിമ്പനയോളം പ്രതീക്ഷ വെച്ച പാലക്കാട് പോയെന്ന് മാത്രമല്ല, കയ്യിലുള്ള വോട്ടെല്ലാം കൽപ്പാത്തിപ്പുഴയിൽ ഒലിച്ചുപോയി. 23-ാം തീയതി ഇരുട്ടാൻ തുടങ്ങിയ പാർട്ടിയിലെ മുറുമുറുപ്പ് ഇന്നിപ്പോൾ പരസ്യമായിരിക്കുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞു തുടങ്ങിയത് നാണക്കേടായ നഗരസഭയുടെ അധ്യക്ഷയാണ്. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് മറയ്ക്കാതെ തെളിച്ചു പറയുന്നുമുണ്ട് പലരും. തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ചേർന്ന നേതൃയോഗത്തിൽ നിന്നും ഒരു പക്ഷം ഇന്ന് വിട്ടുനിന്നു. അണിയറയിൽ കരുനീക്കങ്ങൾ ഒരുങ്ങുന്നുണ്ട് എന്ന് വ്യക്തമാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്ന അധ്യക്ഷന് സ്ഥാനം നഷ്ടമാകുമോ? ചോദ്യം ഇതാണ്: തോൽവിയിൽ തെറിക്കുമോ? ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നിങ്ങൾ ഈ 3 ദിവസമായിട്ട് ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. 15 കൊല്ലമായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ വി മുരളീധരൻ രാജ്യസഭാംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറയുന്നതിലുണ്ടോ? ഈ രീതിയിലുള്ള ചവറ് വാർത്തകളുമായിട്ടാണ് രാവിലെ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. അഡ്വക്കേറ്റ് കെ സരൺകുമാറാണ് CPIM-ൽ നിന്നും. വലത് നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ, ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഇതിൽ BJP പ്രതിനിധികളെ അയച്ചിട്ടില്ല. മിഥുൻ വിജയിലേക്ക് ആദ്യം. മിഥുൻ, ഇന്നത്തെ യോഗം എന്തിനായിരുന്നു എന്ന സംശയമാണിപ്പോൾ ഉയരുന്നത്. ഈ തോൽവി ചർച്ച ചെയ്യാനുള്ള ഒരു യോഗമായിരുന്നില്ല. മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ സമരം ചർച്ച ചെയ്തു ഇന്നത്തെ യോഗം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രന്റെ എതിർപക്ഷമായി നിൽക്കുന്ന പല നേതാക്കളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുമില്ല. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് ശരി എന്ന വാദമാണോ താങ്കൾക്കുള്ളത്? നോക്കൂ, എനിക്ക് ഈ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് വലിയ ഒരു വിശ്വാസം കുറവാണ്. കാരണം ഞാൻ അതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറയാം. കാരണം പണ്ട് എനിക്ക് ഒരു കോവിഡ് സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിരുന്ന സമയത്ത് ഞാൻ BJP അവരുടെ ഈ ഒരു ക്യാമ്പയിൻസിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 21 ഇലക്ഷൻസിൽ. അപ്പൊ അന്ന് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത, ശ്രീ വി മുരളീധരൻ പങ്കെടുത്ത ഒരു മാധ്യമ ചർച്ചയിൽ നിന്നും ഒരുപാട് നേതാക്കൾ ഇറങ്ങിപ്പോയി എന്ന രീതിയിലൊക്കെ ഒരു മാധ്യമ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ആ ഒരു ഡിസ്കഷൻ ഹാൻഡിൽ ചെയ്തത് ഞാനായിരുന്നു. ആ ഡിസ്കഷന്റെ മോഡറേറ്റർ ഞാനായിരുന്നു. അതിനെ മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്തത് ഞാനായിരുന്നു. അതിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഞാൻ BJP-യെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ എനിക്ക് ചില സമയത്ത് അങ്ങനെ ഒരു ഫ്രീലാൻസ് എന്ന രീതിയിലൊക്കെ ഞാൻ അവരെന്നെ ആവശ്യപ്പെട്ട സമയത്തൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമായിരുന്നു, മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും അവിടെ നടക്കുന്നതുമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത വാർത്തയാണ്. അപ്പം BJP-യെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചെയ്യാറുണ്ട് എന്നൊരു കാര്യത്തിൽ എനിക്ക് അന്നാണ് ശരിക്കും ഒരു ധാരണ കിട്ടിയത്. കാരണം 2021 അപ്പം അതിനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഈ പറയുന്ന പോലെ സ്മൃതി പറഞ്ഞ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറയുന്നു. അതിനെ എനിക്ക് ഒരിക്കലും ഒരു കൃത്യമായ ധാരണയില്ലാതെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ താല്പര്യം പോലും ഇല്ല. കാരണം BJP-യുടെ പൊളിറ്റിക്സിനെ എപ്പോഴും ഒരു വിമർശനാത്മക ശൈലിയിൽ മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കാണാറുള്ളത്. എത്രയോ കാലമായി അങ്ങനെ തന്നെയാണ്. ആ പാറ്റേണിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. അപ്പം BJP-ക്ക് ഉള്ളിലെ ഒരു കമ്മിറ്റി മീറ്റിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ അതെപ്പോഴും സ്മൃതി ഏതൊരു കമ്മിറ്റി മീറ്റിംഗ് നടന്നു കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറി ഉണ്ടായി എന്ന രീതിയിലാണ് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ട് പോലും ഉണ്ടാവില്ല. മിഥുൻ വിജയകുമാർ, ഇന്നലെ നടന്ന പ്രതികരണങ്ങൾ, നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണം, ഇന്നിപ്പോൾ നഗരസഭയിലുണ്ടായിരിക്കുന്ന സംഘർഷം, ഇതൊന്നും കണ്ടില്ല എന്നാണോ? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ആളുകളുടെ പ്രതികരണം കണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നഗരസഭാ അധ്യക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാത്തിനെയും ഇവരുടെ കമ്മിറ്റി മീറ്റിംഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഇവിടെ ആളുകൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പല നേതാക്കൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. BJP-യെ സംബന്ധിച്ച് ഈ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എല്ലാം തന്നെ. അവരുടെ ഇന്റേണൽ ഡിസ്കഷൻസ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു അവന്യൂ ആയി മാറുകയാണ്.
അങ്ങനെയല്ല മറ്റു പാർട്ടികളിലും ഇതേപോലുള്ള LDF-ലാണെങ്കിലും UDF-ലാണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള എന്താ പറയുക ഡിഫറൻസസ് ഉണ്ട്. അതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ മാധ്യമങ്ങൾ എന്താ പറയുക പ്രസന്റ് ചെയ്യുന്ന രീതി വേറെയാണ്. പക്ഷെ BJP-ക്കുള്ളിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് ചെയ്യപ്പെടുന്ന രീതി മറ്റൊന്നാണ്. അപ്പം അവിടെയാണ് നമ്മൾ എന്താ പറയുക BJP-യെ മീഡിയ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്നു. പക്ഷെ മറ്റ് പാർട്ടികളോട് ഒരു സോഫ്റ്റ് അപ്രോച്ചാണ്. ഫോർ എക്സാമ്പിൾ LDF ആണെങ്കിൽ UDF ആണെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ എന്താ പറയുക UDF-ലെ തർക്കങ്ങളൊക്കെ തന്നെ. ഇപ്പം KPCC പ്രസിഡന്റും നമ്മുടെ VD സതീശനും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് അത് മാധ്യമങ്ങളിൽ പലപ്പോഴും എന്താ പറയുക ആക്സിഡന്റലി കവർ ചെയ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർക്കിടയിൽ വലിയ തർക്കം ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ശ്രീ മിഥുൻ വിജയ്, ഞാൻ ചോദിച്ചത് ഇപ്പോൾ മാധ്യമ വിമർശനം എന്ന രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതില്ല. ഇന്നത്തെ യോഗത്തിൽ നേതാക്കൾ വിട്ടുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പറയാം. ഞാൻ ചോദിച്ചത് BJP-യിൽ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നേതാക്കൾ തന്നെ പരസ്യ പ്രതികരണത്തിലേക്ക് വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നലെയൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ എന്നുള്ള അസാധാരണ സാഹചര്യമാണ്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ്. അതിനുശേഷം കെ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഇന്നലെ കെ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനം കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് പോകുന്ന ഈ യോഗത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ചവറു വാർത്തകൾ നൽകുന്നു എന്നാണ്. ഇന്നലെ വി മുരളീധരനുമായി ബന്ധപ്പെട്ട് പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2000 വോട്ട് മാത്രം കിട്ടിയപ്പോൾ വി മുരളീധരൻ്റെ രാജി ആരും ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന കാര്യം ബോധപൂർവം പറയുന്നു. അതിന് മുന്നത്തെ പ്രതികരണമായി വി മുരളീധരൻ പരാജയ കാരണം കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് പറയുന്നു. നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണം വരുന്നു, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. കെ സുരേന്ദ്രന് സ്ഥാനചലനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണോ CPM-ന്റെ വിലയിരുത്തൽ? ഇല്ല, ഏതായാലും തങ്ങൾക്ക് നഷ്ടപ്പെട്ട 11,000 വോട്ടിന് BJP മറുപടി പറയേണ്ടി വരുമല്ലോ. സാക്ഷാൽ മെട്രോമാന് കിട്ടിയ സ്പെഷ്യൽ വോട്ടാണ്, അത് ഞങ്ങളുടെ വോട്ടല്ല എന്നതാണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു ഡിഫൻസ്. കഴിഞ്ഞ 4 കൊല്ലമായി BJP-ക്ക് ഉണ്ടായിട്ടുള്ള വളർച്ച, പ്രത്യേകിച്ച് മുനിസിപ്പൽ ഭരണം അവരുടെ കയ്യിലിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഇവയെല്ലാം വച്ചു നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ 2016 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് തന്നെയാണ്. അതിന് എത്ര അവർ ഡിഫൻസ് ഇട്ടാലും ആ വോട്ട് എങ്ങനെ പോയി, അത് കോൺഗ്രസിന് തന്നെ 12,000 വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് കിട്ടുമ്പോൾ വോട്ട് എങ്ങോട്ടാണ് പോയതെന്ന് ബോധ്യമുണ്ട്, കൃത്യമായിട്ട് നമുക്ക് ധാരണയുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അതിന് മറുപടി പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് പകരം പരസ്പരം നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ പുറത്തു വന്ന വാർത്ത 40 BJP നേതാക്കന്മാരുടെ ഫോൺ കോളുകൾ അവരുടെ കേന്ദ്ര നേതൃത്വം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ 40 നേതാക്കന്മാർ ഒരു കോൺഗ്രസിന്റെ MP-യുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് കിട്ടി എന്ന രൂപത്തിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. അപ്പൊ അതിന്റെ ആധികാരികതയടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒരു ഇടപെടൽ കേന്ദ്ര BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ഗുരുതരമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോ നേമത്ത് BJP അക്കൗണ്ട് തുറന്നിരുന്നു. വലിയ തരത്തിൽ അത് മുന്നോട്ട് പോകുമെന്നും 30 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും, അങ്ങനെ കേരളത്തിന്റെ ഭരണം ഞങ്ങൾ പിടിക്കും എന്ന് ഇതേ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ സാക്ഷാൽ മെട്രോമാൻ പാലക്കാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ. വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയ സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ പലതരത്തിൽ മുന്നോട്ട് വരുമ്പോഴും BJP-ക്ക് പിന്നീട് അത്തരത്തിൽ ശാശ്വതമായിട്ട് ആ നേട്ടം നിലനിർത്താൻ കഴിയാത്തത് പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ പടലപ്പിണക്കങ്ങളുടെ ഭാഗമായി അവർക്ക് കിട്ടിയ മുൻതൂക്കം നഷ്ടപ്പെടുന്നത് ഈ കേരളത്തിന്റെ മുൻകാല ചരിത്രങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പാലക്കാടാണെങ്കിൽ തന്നെ 50കളിലും 60കളിലും ജനസംഘത്തിന്റെ ഘട്ടത്തിൽ മുതൽ തന്നെ അവർക്ക് വലിയ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നതും 60ലെ തെരഞ്ഞെടുപ്പിലടക്കം EMS-നെ നേരിടാൻ വേണ്ടി ഒറ്റ സ്ഥാനാർത്ഥിയായിട്ട് മാറിയ സാഹചര്യമെല്ലാം മുൻകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള തിരിച്ചടി, പ്രത്യേകിച്ച് 11,000 വോട്ട് നഷ്ടപ്പെട്ടതിന്റെ എക്സ്പ്ലനേഷൻ BJP-ക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പരസ്യമായ വോട്ട് കച്ചവടം നടത്തിയതാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ന് ഓട് പൊളിച്ചിറങ്ങിയവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് അവരുടെ നഗരസഭാ യോഗത്തിൽ അവരുടെ നേതാക്കന്മാർ തന്നെ ഏറ്റുമുട്ടുന്നതും ഭയങ്കര വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശിവരാജൻ അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവന, ഇന്നലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ചില ഡിഫൻസുകൾ, പിറവം തെരഞ്ഞെടുപ്പിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ, തോൽവിയുടെ കാരണം പരിശോധിക്കുമ്പോൾ പലരും സംസ്ഥാന
സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് പറയുന്ന മറുപടിയുമെല്ലാം BJP അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തൃശൂർ MP സുരേഷ് ഗോപിയും അതുപോലെ ചന്ദ്രശേഖരൻ അടക്കമുള്ള പല നേതാക്കന്മാർ, തിരുവനന്തപുരത്ത് മത്സരിച്ച സ്ഥാനാർത്ഥി അടക്കമുള്ള നേതാക്കന്മാർ നടത്തിയ പ്രതികരണങ്ങളുമെല്ലാം BJPയുടെ നേതൃനിരയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണുമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. BJPയും അതുപോലെ തന്നെ SDPI ഇപ്പോൾ ഇന്ന് നടത്തിയ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞങ്ങൾ ഇത്ര നോട്ടീസ് അടിച്ചു, ഇത്ര പോസ്റ്റർ അടിച്ചു, ഇത്ര കുടുംബയോഗങ്ങൾ നടത്തി, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ ഇത്ര വീട് കയറി, ഓരോ കുടുംബയോഗങ്ങളിലും പങ്കെടുത്തവരുടെ എണ്ണം ഇത്രയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടത്തിയ എക്സ്പ്ലനേഷൻ SDPI നേതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ BJPയുടെ 40 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു MPയുമായിട്ട് പരസ്യമായി ഫോൺ സംഭാഷണം നടത്തി വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ള വിവരങ്ങളുമെല്ലാം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി ഉയർന്നു വരും എന്നതിൽ സംശയമില്ല. എങ്ങനെയാണ് 18,500 എന്ന ഭൂരിപക്ഷത്തിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥി വളർന്നത് എന്നത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് SDPIയുടെ എക്സ്പ്ലനേഷനും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഫോൺ ചോർത്തലും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ പരസ്പരമുള്ള പ്രസ്താവനകളും വിഴുപ്പലക്കലും എല്ലാം എന്ന് വ്യക്തമാകുകയാണ്. പറഞ്ഞതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അമീൻ ഇപ്പോൾ LDFുമായി CPMുമായി നടത്തിയ ചർച്ചകളെ കുറിച്ചുള്ള പ്രതികരണം ഇപ്പോൾ പരസ്യമായി നടത്തിയിരിക്കുകയാണ്. നിങ്ങളുമായി സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തലായി വന്നിരിക്കുന്നത്. പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയടക്കം ഇന്ന് അമീൻ വിശദീകരിക്കുകയാണ്. അതിനോടുള്ള മറുപടി അല്ല, അതിപ്പോ പൊതുസമൂഹത്തിൽ അവരുടെ തന്നെ SDPയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇത്ര കുടുംബയോഗം നടത്തി, ഇത്ര നോട്ടീസ് അടിച്ചു, ഞങ്ങൾ സ്വയം കേഡർ പാർട്ടിയാണ്, സ്വയം കയ്യിൽ നിന്നെടുത്ത പണം കൊണ്ടാണ് നോട്ടീസ് അടിച്ചത്, പള്ളികളിൽ നോട്ടീസ് വിതരണം ചെയ്തത് അടക്കം നമ്മൾ നേരിട്ട് കണ്ടു, കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ ചർച്ചയിലുണ്ട്. അതുപോലെ അവർ നടത്തിയ പ്രചരണങ്ങൾ വിശദീകരിക്കുകയും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാകുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പല എക്സ്പ്ലനേഷനും മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു വരും. ഇതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേൺ ഇല്ല. ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്. SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഭൂരിപക്ഷ വർഗീയതയായ RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അങ്ങടക്കം UDF സ്ഥാനാർത്ഥിയോട് പലതവണ തിരിച്ചും മറച്ചും ചോദിച്ചല്ലോ, SDPയുടെ വോട്ട് വേണ്ട എന്നൊരു വാക്ക് ആ വായിൽ നിന്ന് പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചല്ലോ. ഒരു കാരണവശാലും ഒരു മറുപടിയും പറയാതെ അതിൽ നിന്ന് തെന്നി മാറിയത് നമ്മൾ കണ്ടതല്ലേ. ഞങ്ങൾക്ക് വേണ്ടി ആരും ആഹ്ലാദ പ്രകടനം നടത്തിയില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പും ലീഡ് നില മാറി മറിയുമ്പോഴും ആഹ്ലാദ പ്രകടനം നടത്തി ഞങ്ങളുടെ ഓഫീസിന് മുന്നിലൂടെ SDPI നടത്തിയ കൊലവിളി പ്രകടനം നമ്മൾ കണ്ടതാണ്. ഇത് ചേലക്കരയിലും വലിയ ഭൂരിപക്ഷത്തോടെ തന്നെയല്ലേ വിജയിച്ച്. അവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം ഒരു വർഗീയ കക്ഷിയും നടത്താത്തത്? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ SDPയുടെ കൂട്ട് വേണം, അല്ലെങ്കിൽ RSSന്റെ വോട്ട് വിഹിതം വേണം എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്ന സാഹചര്യം അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കാണുകയാണ്. പരസ്പരം 86,965 വോട്ട് തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചല്ലോ. അതിന്റെ റിപ്പോർട്ട് എവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. DCC പ്രസിഡന്റിനെതിരെ നടപടിയെടുത്തു എന്ന് ചില വാർത്തകൾ വന്നു. പക്ഷേ K മുരളീധരൻ അടക്കമുള്ളവർക്ക് പോലും ആ റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടാത്തതിൽ അദ്ദേഹം അനിഷ്ടം രേഖപ്പെടുത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിലുള്ള പരസ്യമായിട്ടുള്ള വോട്ട് കച്ചവടം നടക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി CPMുമായി ധാരണയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ എന്ന അമീന്റെ പ്രതികരണത്തോട് എന്താണ് CPMന് മറുപടി പറയാനുള്ളത്? അല്ല, അത്തരത്തിൽ ഒരു ധാരണയും ഇല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം കൃത്യമായി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചില വ്യാജ ഫോട്ടോകൾ പ്രചരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ പലരും വരും, വന്നാൽ ഇരുത്തി സംസാരിക്കും, അതൊരു ആതിഥേയ മര്യാദയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലരും വന്ന് കണ്ട പടം എടുത്തിട്ട് അങ്ങ് SDPയുടെ കേന്ദ്രത്തിലേക്ക് സഖാവ് പിണറായി വിജയൻ പോയി നടത്തിയ ചർച്ചയാണ് എന്ന രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ചർച്ചയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയായിട്ടല്ല പടങ്ങൾ പുറത്തു വന്നിട്ടില്ല. പഴയ പടങ്ങളാണ്, പക്ഷെ അതൊക്കെ പുറത്തു വന്നിരിക്കുന്നു. പത്രവാർത്തകളാണ്. അല്ല, എന്ത് പുറത്തു വന്നാലും CPMന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ചർച്ച നടത്തിയിട്ടില്ല, SDPI ആയിട്ടും ചർച്ച നടത്തിയിട്ടില്ല, പോപ്പുലർ ഫണ്ടുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പലരും സന്ദർശിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവിടെ വരുന്നവർക്ക് അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള പരിഗണനയും അവരുടെ വിഷയം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് വ്യക്തമാണ് എങ്ങനെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഈ രൂപത്തിൽ വന്നതെന്ന്. ഇപ്പോ BJPയുടെ കേന്ദ്ര നേതൃത്വം നടത്തിയ അന്വേഷണം കൃത്യമാണെങ്കിൽ അതിന്റെ വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു വരുമല്ലോ. ആരൊക്കെയാണ് ഈ 40 നേതാക്കന്മാർ, ഏത് MPമാരായിട്ടാണ്? നമ്മുടെ വിഷയം BJP ആയതുകൊണ്ട്, പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തുന്നതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിനാണ് വേവലാതി എന്ന്
പിണറായി വിജയൻ പറഞ്ഞ വാർത്തയാണ് പത്രങ്ങളിൽ വന്നിരുന്നത്. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ BJP-യിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത്. ചവറു വാർത്തകൾ എന്നതാണ് ഇപ്പോൾ നടക്കുന്ന പ്രതികരണങ്ങളോട് അദ്ദേഹം അസ്വസ്ഥനായി തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വാർത്താ സമ്മേളനം, ഇന്ന് ഈ നേതൃയോഗത്തിലേക്ക് പോയപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഒരു നേതൃമാറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഇന്നത്തെ യോഗത്തിൽ ഇപ്പോൾ PK കൃഷ്ണദാസും MT രമേശും N രാധാകൃഷ്ണനൊന്നും പങ്കെടുത്തിട്ടില്ല. കാരണം അവർ പങ്കെടുക്കേണ്ട യോഗമല്ല. 14 നേതാക്കളെങ്കിലും മാറി നിന്നിട്ടുണ്ട്. അത് ഈ എതിർപ്പ് കൊണ്ടുള്ള മാറി നിൽക്കലല്ല. ഇന്ന് നടന്നിരിക്കുന്നത് ഒരു ശില്പശാലയാണ്, സംസ്ഥാന ഭാരവാഹികളുടെ ശില്പശാലയാണ് എന്നതാണ് ഔദ്യോഗികമായ വിശദീകരണം. അങ്ങനെ ഒരു ശില്പശാലയിലേക്ക് എല്ലാ നേതാക്കളും വരേണ്ടതില്ല എന്നും. എങ്ങനെയാണ് ശ്രീ ജോർജ് പൊടിപാറ, താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ എന്താണ്? BJP-യിൽ എന്താണ് സംഭവിക്കുന്നത്? സ്മൃതി, BJP-യിൽ കാര്യമായിട്ട് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കെ സുരേന്ദ്രൻ അത് മാധ്യമങ്ങളുടെ ചവറ് വാർത്തയാണെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനവും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, പാലക്കാട് BJP-ക്ക് ഗണ്യമായ രീതിയിൽ വോട്ട് ചോർന്നത്, അദ്ദേഹത്തിൻ്റെ നോമിനി എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുന്ന കൃഷ്ണകുമാർ അവിടെ ദയനീയമായി പരാജയപ്പെട്ടത്, ഇതിനെയൊക്കെ ന്യായീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൃഥാശ്രമം മാത്രമാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ വ്യവസ്ഥാപിത രീതികളും കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാവരുമായി ആലോചിച്ച് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് പാലക്കാട് വന്ന് എല്ലാ നേതാക്കളുമായിട്ട്, അവിടെയുള്ള നഗരസഭയിലെ ബന്ധപ്പെട്ടവരുമായിട്ട് അല്ലാത്തവരുമായിട്ട്, പാർട്ടിയുടെയും അതുപോലെ തന്നെ പല തലത്തിലും പാർട്ടി നേതൃത്വം വഹിക്കുന്നവരുമായി ചർച്ച ചെയ്ത ശേഷം 3 പേരുകൾ നൽകുകയാണ്. ആ 3 പേരുകളിൽ 2 പേർ മത്സരിക്കാൻ, ആ 3 പേരുകൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കുമ്പോൾ അതിൽ 2 പേർ മത്സരിക്കാൻ തയ്യാറല്ല, അവർക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ച കാര്യം അദ്ദേഹം സ്പെഷ്യൽ നോട്ടായിട്ട് അതിനോടൊപ്പം ഉൾപ്പെടുത്തിയെന്ന് പറയുന്നു. 3ാമത്തെ ആൾക്കും മത്സരിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു, എങ്കിലും അദ്ദേഹം മത്സരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 പേരും മത്സരിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ മാത്രം ഈ നോട്ട് കൊടുത്തപ്പോൾ ഉൾപ്പെടുത്താതിരുന്നത് എന്താ? മാത്രമല്ല അതിനകത്ത് വാസ്തവമില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാത്തത് എന്താ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൃഷ്ണകുമാർ എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ? അങ്ങനെ അദ്ദേഹം പറയാത്തിടത്തോളം കാലം ഇപ്പോൾ ഈ കെ സുരേന്ദ്രൻ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പലപ്പോഴും, അല്ലെങ്കിൽ ഈ 3 പേരുകൾ സമർപ്പിച്ചാലും ആ പേരുകളൊന്നും അല്ല പലപ്പോഴും സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ന് ഇന്നലെ ഒരു മുൻ പ്രഭാരി പറയുന്നത് നമ്മൾ കേട്ടു. ഫലത്തിൽ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കൂട്ടി വായിക്കേണ്ടത് എന്താ? ഒന്ന്, ഇന്നലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പത്രങ്ങളോട് പറഞ്ഞത്. മറ്റൊന്ന് ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചത്. എന്താ പ്രമീള ശശിധരൻ പറഞ്ഞത്? വളരെ വ്യക്തമല്ലേ? ഞങ്ങളെ കുറ്റാരോപിതരാക്കി ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം ആരാണ് യഥാർത്ഥത്തിൽ ഇത് ക്ഷണിച്ചു വരുത്തിയത്, ഇങ്ങനെയൊരു പതനം അനിവാര്യമാക്കിയത് എന്നാണ് പരിശോധിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ വളരെ മുമ്പേ തന്നെ പറഞ്ഞു, കൃഷ്ണകുമാർ തുടർച്ചയായി സ്ഥാനാർത്ഥിയാകുന്നത് ഞങ്ങൾക്കല്ല എതിർപ്പ്, മറിച്ച് ഞങ്ങൾ വീടുകൾ കയറുമ്പോൾ, ഞങ്ങൾ പ്രവർത്തകരെ കാണുമ്പോൾ, ഞങ്ങൾ സാധാരണ പൊതുജനങ്ങളെ കാണുമ്പോൾ എല്ലാം അവർ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ എപ്പോഴും എന്ന് ചോദിക്കുന്നു. ഇത് ഞങ്ങൾ കൃത്യമായി ഈ പേരുയർന്നു വന്നപ്പോൾ നേതൃത്വത്തെ അറിയിച്ചതാണ്. അദ്ദേഹത്തിന് വിജയസാധ്യതയില്ല, അദ്ദേഹം നിന്നാൽ വിജയസാധ്യത കുറയും എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്, ചൂണ്ടിക്കാണിച്ചതാണ്, അറിയിച്ചതാണ്. കേന്ദ്ര നേതൃത്വത്തെ പോലും ഞങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ അതൊന്നും ആരും മുഖവിലയ്ക്കെടുത്തില്ല, ആരും അത് പരിഗണിച്ചില്ല, അംഗീകരിക്കപ്പെട്ടില്ല. അവസാനം ഞങ്ങൾ ആര് സ്ഥാനാർത്ഥിയാകുന്നതാണോ മോശം, അല്ലെങ്കിൽ അത് വിജയസാധ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞത് അതേ ആൾ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു. എന്നിട്ട് വോട്ട് കുറഞ്ഞപ്പോൾ അതിന് ഞങ്ങളെങ്ങനെ ഉത്തരവാദിയാവും? മറ്റൊരു പോയിന്റ് അവർ പറഞ്ഞത്,
നഗരസഭയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ നഗരസഭാ ഭരണത്തിലെ വീഴ്ച കൊണ്ടാണ് ഇവിടെ വോട്ട് കുറഞ്ഞത് എന്ന വാദത്തെയും അവർ ശക്തമായി ഖണ്ഡിക്കുന്നുണ്ട്. നഗരസഭ പ്രവർത്തിക്കുന്നത് നഗരസഭാധ്യക്ഷയുടെയോ നഗരസഭാ കൗൺസിലർമാരുടെയോ തീരുമാനത്തിനനുസരിച്ചല്ല, മറിച്ച് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നഗരസഭ പക്ഷേ പ്രവർത്തിക്കുന്നത്. ശ്രീ ജോർജ് പൊടിപാറ, ഈ കൗൺസിലർമാരുടെ ബൂത്തുകളിലൊക്കെ നന്നായി വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അവരുടെ വാർഡുകളിലെ ബൂത്തുകളിലൊക്കെ നന്നായി വോട്ട് കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും 18 കൗൺസിലർമാർ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. ഇന്നലെ പ്രമീള 18 കൗൺസിലർമാർ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. ആ 18 കൗൺസിലർമാർ തന്നെയാണ് തുടക്കം മുതലേ ഈ പറഞ്ഞ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർത്തതും ഈ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് വിചാരിച്ച് അവിടെ ഫ്ലക്സ് ബോർഡൊക്കെ ഉയർത്തിയതിൻ്റെയൊക്കെ പിന്നിൽ ഈ കൗൺസിലർമാർ തന്നെയാണ്. ഈ കൗൺസിലർമാർക്ക് അതൃപ്തിയുണ്ടെന്ന് ഇപ്പോൾ മാത്രമൊന്നുമല്ല, അവർ തുറന്നു പറയുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവിടെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന മാധ്യമപ്രവർത്തകർക്കൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവിടെ ഒരു വലിയ സംഘം, ഒരു കാലത്ത് കൃഷ്ണകുമാറിൻ്റെ വളരെ വിശ്വസ്തരായിരുന്നവരടക്കമുള്ള കൗൺസിലർമാർ കൃഷ്ണകുമാറിന് എതിരാണെന്നും കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അവർ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ലെന്നും വളരെ വ്യക്തമായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടെ അത്തരം കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അവർക്കിടയിലുണ്ടായിരുന്ന ഭിന്നതകളെല്ലാം അവസാനിച്ചു. അവർ ആ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ എല്ലാ ഭിന്നതകളും മറന്ന്, എല്ലാ ചേരിതിരിവുകളും വേർതിരിവുകളും മറന്ന് ഒരു വലിയ കോസിന് വേണ്ടി സന്ദീപ് വാര്യർ ഉയർത്തിയ കൊടുങ്കാറ്റ് അവരുടെ മനസ്സിലൊരു സുനാമിയായി പടർന്നു. അവരങ്ങനെ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കാൻ അവരൊറ്റക്കെട്ടായി. അതിനുവേണ്ടി RSSൻ്റെ ഒരു വലിയ സ്ക്വാഡ് വർക്ക് നടന്നു. 20 വീടുകൾക്ക് ഒരു RSS പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വലിയ പ്രവർത്തനം നടന്നു. അത് നഗരസഭാ മേഖലയിൽ മാത്രമല്ല, കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും ഒക്കെ RSSൻ്റെ അതിശക്തമായ പ്രവർത്തനം നടന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നു. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത് എന്നിപ്പം നമുക്ക് മനസ്സിലായില്ലേ. ശക്തി കേന്ദ്രങ്ങളിൽ വല്ലാത്ത രീതിയിൽ വോട്ട് ചോർന്നു. പ്രമീള പറഞ്ഞൊരു വാചകം ഒന്ന് ഓർമ്മിച്ച് നോക്കുക. 1500ഓളം വോട്ടുകൾ നോട്ടയായി പോയി എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞതിനകത്തൊരു ഗുട്ടൻസ് ഇല്ലേ? കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ മടിയുള്ള, എന്നാൽ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ മനസ്സില്ലാത്ത BJP പ്രവർത്തകർ, BJP നേതാക്കൾ അടക്കമുള്ളവർ നോട്ടയ്ക്ക് കുത്തി കണക്ക് തീർത്തു എന്ന് വേണമെങ്കിലും നമുക്ക് വിചാരിക്കാമല്ലോ. അല്ലാതെ വെറുതെ നോട്ടയെക്കുറിച്ച് പ്രമീള ശശിധരൻ പറയൂ. മാത്രമല്ല അവർ പറഞ്ഞു ഞങ്ങളെ വേട്ടയാടാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ എന്താ പറയുക കൂട്ടത്തോടെ രാജിവെക്കുന്നുള്ള ഭീഷണി മുഴക്കി. അതിനേക്കാൾ രൂക്ഷമായിട്ടല്ലേ N. ശിവരാജൻ പറഞ്ഞത്. നമ്മൾ കണ്ടില്ലേ അന്ന് കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് വലിയ പൊക്കത്തിൽ ഉയർന്നുവന്ന് നൃത്തം ചെയ്ത ശിവരാജനാണ് തോറ്റു കഴിഞ്ഞപ്പോൾ പറയുന്നത് കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം വേണം, കൃഷ്ണകുമാറിന് വോട്ട് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഞങ്ങളല്ല തോൽപ്പിച്ചത്, കൃഷ്ണകുമാർ സ്വയം തോറ്റതാണ്, പാലക്കാട് നടന്നതൊന്നും അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്നിട്ട് ഈ സുരേന്ദ്രൻ പറയുന്നത് അവിടെ ഒന്നും സംഭവിച്ചില്ല, അവിടെ യാതൊന്നും സംഭവിച്ചില്ല. സുരേന്ദ്രൻ വേണമെങ്കിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഈ പാലക്കാട് വോട്ട് ഇത്തിരി കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ ഞങ്ങൾ 10,000 വോട്ടുകൾ ഉയർത്തിയില്ല. അവിടെ ഇതിൻ്റെ പകുതി പ്രചാരണം നടത്തിയില്ലല്ലോ. ഇതിൻ്റെ പകുതി സാധ്യത പോലും കൽപ്പിക്കപ്പെട്ടിരുന്നുമില്ല. എന്നിട്ടും അവിടെ 10,000 വോട്ടുകളോളം ഒരു സാധാരണ സ്ഥാനാർത്ഥിക്ക്, ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അംഗത്തിന് ഇത്രയും വോട്ടുകൾ കൂട്ടാൻ പറ്റി. പക്ഷേ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ ശോഭാ സുരേന്ദ്രൻ 2016 മത്സരിച്ചപ്പോൾ 40,000 വോട്ട് പിടിച്ചതാണ്. ഇപ്പോൾ അതിലും താഴെ പോയി കൃഷ്ണകുമാർ. അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ BJP അതിൻ്റെ സകല വിഭവശേഷിയും ഉപയോഗിച്ചു, ആൾശേഷി ഉപയോഗിച്ചു, RSS അതിൻ്റെ സംഘടനാശേഷി മുഴുവൻ ഉപയോഗിച്ചു. എന്തിനു പറയുന്നു, എത്ര റൗണ്ടാണ് വീട് കയറി ഇറങ്ങിയത്? എന്നിട്ടും 40,000 വോട്ടിൽ ഒതുങ്ങി. മുമ്പ് തന്നെ പലരും പറഞ്ഞതാണ് ആ 50,000 വോട്ട് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയത് BJPയുടെ സംഘടനാ വോട്ടൊന്നുമല്ല, അതിലൊരു വലിയ പങ്ക് BJP വോട്ടാണെന്ന് അവകാശപ്പെട്ടു. ഇന്നിപ്പോൾ അത് ഈ ശ്രീധരന് കിട്ടിയ വോട്ടാണെന്ന് പറയുന്നു. അതാണ് അവകാശപ്പെടുകയും ചെയ്തു. അതെ തിരിച്ച് ഞാൻ മിഥുനിലേക്ക് വരാം. പോലെയാണ് മാറുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം മിഥുൻ വിജയകുമാർ, മാധ്യമങ്ങൾ എങ്ങനെ വാർത്തയെ വളച്ചൊടിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇന്ന് BJPയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ BJPയിലെ ഇപ്പോഴത്തെ നേതാക്കളെ, അതായത് K. സുരേന്ദ്രനെയും V. മുരളീധരനെയും രഘുനാഥിനെയും കുറുവ സംഘം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? BJPയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ശ്രീ സജീവനോട് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വല്ല കാര്യവും വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം എനിക്കറിയില്ല. കാരണം ശ്രീ സജീവനോടൊക്കെ ഞാൻ സംസാരിക്കുന്നതാണ്, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സ്മൃതി, ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം.
അല്ല, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ്. അപ്പം മാത്രമല്ല, ഇങ്ങനെ പല ഇലക്ഷനിലും ബി.ജെ.പിക്ക് ഉള്ളിൽ നിന്നും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ബി.ജെ.പിക്കാർ തന്നെ വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പം ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പൊ താങ്കളുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അതിന് താങ്കൾക്ക് ഒഫീഷ്യൽ ആണെന്ന് അക്നോളജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാനെന്താ ജില്ലാ കമ്മിറ്റി ഒട്ടിച്ച പോസ്റ്റർ ആണെന്ന് പറയണമെന്നാണോ ഞാൻ ചോദിക്കുന്നത്? ബി.ജെ.പിയുടെ ഭിന്നതയാണ് ചോദിച്ചത് മിഥുൻ. താങ്കൾക്ക് ഇത് ഭിന്നതയുടെ ഭാഗമായിട്ട് പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററുകളാണ്. അവിടെ തന്നെ ബി.ജെ.പി രണ്ട് രീതിയിൽ നേതാക്കൾ രണ്ട് ഭാഗത്ത് വിഭാഗീയതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. സ്മൃതി, ഞാൻ വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു കോർപ്പറേറ്റ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ എന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ ഓതന്റിസിറ്റി ഞാൻ വെരിഫൈ ചെയ്യും. താങ്കൾ ഈ പബ്ലിഷ് ചെയ്യുന്ന ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഇൻഫർമേഷൻ, അതിന്റെ ഓതന്റിസിറ്റി താങ്കൾക്ക് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? താങ്കൾ ഒരു മാധ്യമമല്ലേ? താങ്കൾ ഒരു ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ്. ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് ബി.ജെ.പിയിലെ പ്രധാന നേതാക്കൾക്കെതിരെ പോസ്റ്റർ വന്നാൽ അതൊരു വാർത്തയാണ് മിഥുൻ. അല്ല, അത് ആരൊട്ടിച്ചു? താങ്കൾ ഈ പറഞ്ഞു വരുന്നത് CPM-ഉം കോൺഗ്രസും ഒട്ടിച്ചെന്നാണോ? അതിന്റെ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് അങ്ങനെയാണെങ്കിൽ ബി.ജെ.പി ജില്ലാ ഘടകവും കേസ് കൊടുക്കണമല്ലോ, ഒരു പരാതി കൊടുക്കണമല്ലോ. ഒന്നും സംഭവിച്ചില്ല. അവര് കൊടുക്കുമല്ലോ. അല്ല, ഇതുവരെ സംഭവിച്ചില്ല. നേരത്തോട് നേരം ആയല്ലോ. ഇന്ന് രാവിലെയാണല്ലോ പ്രത്യക്ഷപ്പെട്ടത്. ഈ രാത്രി 8 മണി നമ്മൾ ചർച്ച ചെയ്യുന്നതിനുള്ളിൽ അവിടെ CCTV ഒക്കെ ഉണ്ട്. ജില്ലാ ഘടകത്തിന് തന്നെ വേണമെങ്കിൽ പരിശോധിച്ചാൽ ആരാണ് ഒട്ടിച്ചതെന്ന് കണ്ടെത്താനാകും. ഏത് വിഭാഗത്തിൽ നിന്നാണ് പോസ്റ്റർ വന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ തെളിയിക്കാനാകും. അല്ല, അത് അവർ ചെയ്യോ ചെയ്യാതിരിക്കോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ താങ്കൾ ശരി, അപ്പോൾ മിഥുൻ എന്താണ് പറഞ്ഞു വരുന്നത്? ബി.ജെ.പിയിൽ പ്രശ്നങ്ങളില്ല എന്നും സുരേന്ദ്രൻ തുടരും എന്നുള്ളതാണോ മിഥുന്റെ വാദം? അല്ല, താങ്കൾ ഈ ഫ്ലാഷ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞോട്ടെ. കാരണം താങ്കളുടെ ന്യൂസിൽ ഇപ്പൊ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്ന എന്തൊരു കാര്യം താങ്കളുടെ കയ്യിലുണ്ടോ? ഒന്നും തന്നെയില്ല. കാരണം ഇത് ബി.ജെ.പിക്കാരനാണ് ഒട്ടിച്ചത്, അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു, ഇതിന്റെ ഓതന്റിസിറ്റി, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാത്രിയുടെ മറവിൽ ഒട്ടിക്കുന്നവരെ കണ്ടെത്തുന്ന പോലീസിന്റെ പണിയല്ലല്ലോ മാധ്യമങ്ങൾക്ക്. രാവിലെ ആ പോസ്റ്റർ വന്നാൽ അത് വാർത്തയാണ് മിഥുൻ. അപ്പം ഏറ്റവും ചുരുങ്ങിയത് സ്മൃതി, അതിനെ വെരിഫൈ ചെയ്യുക എന്നൊരു ഒരു മാധ്യമ ധർമ്മം ഉണ്ടല്ലോ അവിടെ. എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? താങ്കൾ എന്ത് കിട്ടി കഴിഞ്ഞാലും അത് പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞു. എന്താണ് വെരിഫൈ ചെയ്യേണ്ടത് മിഥുൻ? ഇതിൽ ബി.ജെ.പി ആണ് ഇത് ഒട്ടിച്ചത്, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഉള്ളിൽ നിന്നുമുള്ള വിമർശനമാണ് ഇത് എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ താങ്കളോട് ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. താങ്കളാണല്ലോ ഇത് പറഞ്ഞത് ബി.ജെ.പിക്ക് ഉള്ളിൽ നിന്ന് വന്നതാണ്. ഇത് താങ്കൾക്ക് ബി.ജെ.പിക്ക് ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് വെരിഫൈ ബി.ജെ.പി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും CPM ഒട്ടിച്ചതാണെന്നാണോ താങ്കളുടെ വാദം? സേവ് ബി.ജെ.പി അത്രയ്ക്ക് മാനിപ്പുലേറ്റ്, താങ്കൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അത്രയ്ക്ക് മാനിപ്പുലേറ്റീവ് അല്ല നമ്മുടെ ആളുകൾ എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ബിജെപിക്ക് പുറമെ നിന്നുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. CPM-നോ കോൺഗ്രസിനോ അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിശേഷി പോലും ഇല്ല എന്ന് താങ്കൾ പാലക്കാട് തോറ്റിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ എവിടെയും വിജയിക്കാത്ത ഒരു ബിജെപിക്കെതിരെ ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കേണ്ട അവസ്ഥ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. ശ്രീ മിഥുൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിക്കകത്താണ് ഭിന്നതയുള്ളതും പരസ്പര ആരോപണങ്ങളുള്ളതും. ബിജെപി ഒന്നാമത്തെ കാര്യം എന്റെ പാർട്ടി ഒന്നുമല്ല ബിജെപി. അല്ല, അതങ്ങനെ ഇടയ്ക്ക് തള്ളിയിട്ട് കാര്യമില്ല. ചെയ്യാനുള്ള അല്ല, എന്റെ പാർട്ടി അല്ല ബിജെപി. ബിജെപിയെ ഞാൻ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്രീ ആൻസർ എന്ന നിലയ്ക്ക് മാത്രമാണ്. കാരണം ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പർ പോലും അല്ല, അങ്ങനത്തെ ഒരാളാണ്. മാത്രമല്ല, ഞാൻ മൈ ഗവിന്റെ ഭാഗമായിരുന്നു, ഞാൻ ബിജെപിയുടെ ഭാഗമൊന്നുമല്ല. അത് എന്താ പറയാ, ഈ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. അല്ലാതെ ബിജെപിയുടെ പൊളിറ്റിക്സ് ഒന്നും ഞാൻ ആക്റ്റീവായി സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ വെരിഫൈ പോലും ചെയ്യാതെ താങ്കൾ ഇതിനെ കുറിച്ച് എന്താ പറയാ, ഇത് ബിജെപിയുടെ ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചാപ്പ കുത്തുന്നത് ശരിയല്ല. താങ്കൾ ഇനി അടുത്ത ഘട്ടത്തിൽ അത് താങ്കളുടെ അഭിപ്രായമായി അവിടെ രേഖപ്പെടുത്തുകയാണ്. ശരി മിഥുൻ, അത് അവിടെ ഒരു അഭിപ്രായമായി രേഖപ്പെടുത്തുന്നു. ഇനി പറയൂ, കെ സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരും എന്നതാണോ താങ്കളുടെ നിരീക്ഷണം? അല്ല, കെ സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയോ തുടരാതിരിക്കോ അത് പാർട്ടിയുടെ ഇന്റേണൽ ഡിസ്കഷൻ ആണ്. പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി അത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവിടെ ഞാനൊരു തീരുമാനം പറയാൻ ആളല്ല. കാരണം താങ്കൾ തീരുമാനം പറയണമെന്നല്ല മിഥുൻ, നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുകയല്ലേ. താങ്കൾക്ക് തോന്നുന്ന കാര്യം താങ്കളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ഒരു തീരുമാനമെടുത്ത് ബിജെപിയിൽ നടപ്പാക്കണമെന്നല്ലോ ഞാൻ പറയുന്നത്. പരിഹാസ്യമായ മറുപടികൾ പറയാതിരിക്കൂ. അല്ല, ഞാനൊരു കാര്യം പറയാം സ്മൃതി, താങ്കൾ ഇത്ര തളക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ എന്റെ ഒപ്പീനിയൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ ബിജെപിക്ക് ഉള്ളിലെ കാര്യങ്ങൾ, ഇന്റർണൽ ഡിസ്കഷൻസ്, അത് ബിജെപിയുടെ തന്നെ ഓണർഷിപ്പ് ഉള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബിജെപിക്കുള്ളിൽ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ചലനങ്ങൾ അത് വലിയത് തന്നെയാണ്. കാരണം ഒരു മീഡിയ ലെവലിലൊക്കെ തന്നെ ബിജെപി വലിയ ഡിസ്കഷനായി മാറിയത് കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം തന്നെയാണ്. കോവിഡ് സമയത്താണ് അദ്ദേഹം അധ്യക്ഷനാവുന്നത്. അപ്പൊ ആ സമയത്ത് ബിജെപിക്ക് കിട്ടിയ വിസിബിലിറ്റി അത് ചെറുതൊന്നുമല്ല.
പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ BJP വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം തന്നെയാണ്. കാരണം ഒരു ഒരു യൂത്ത് ലെവലിലേക്കൊക്കെ അദ്ദേഹം എന്താ പറയുക യൂത്ത് സ്കിൽസിനൊക്കെ എന്താ പറയുക ടാപ്പ് ഇൻ ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഇന്റലക്ച്വൽ സെല്ല്, കൾച്ചറൽ സെല്ല്, IT സെല്ല് ഇതിന്റെയൊക്കെ ഒരു എക്സ്പാൻഷൻ നമ്മൾ കാണാൻ തുടങ്ങിയത് ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ്. അതൊന്നും ഒരിക്കലും ഒരു മാധ്യമ ചർച്ചയൊന്നും ആവുന്ന വിഷയമല്ല. പക്ഷെ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം BJPയുടെ ഇന്റേണൽ ഡൈനാമിക്സിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചൊരു നേതാവാണ്. കാരണം അത് മുമ്പത്തെ നേതാക്കളുമായി മുമ്പത്തെ പ്രസിഡന്റുമാരുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം ഒരു മോഡേൺ അഗ്രസീവ് ഓൾട്ടർനേറ്റീവ് ആണ് BJP എന്ന് പല ആളുകളും ചിന്തിച്ചു തുടങ്ങി. അപ്പം ആ ഒരു ലെവലിലേക്ക് പാർട്ടിയെ വളർത്തിയെടുക്കാൻ സാധിച്ച ഒരു നേതാവാണ്. പിന്നെ ലോങ് ടേം സ്ട്രാറ്റജീസ് പലപ്പോഴും അതിനെ യൂട്ടിലൈസ് ചെയ്യാനും ലോങ് ടേം സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ BJPയുടെ എന്താ പറയുക ഒരു വോട്ടർ ബേസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിച്ചൊരു നേതാവാണ്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആസ് എ പ്രസിഡന്റ് ഓഫ് BJP അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പം ഇതിനെയൊക്കെ തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം BJPയുടെ പ്രസിഡന്റായി തുടർന്നേക്കാം, അല്ലെങ്കിൽ അതിന് ഒരു ഓൾട്ടർനേറ്റീവായി മറ്റൊരു ഓപ്ഷൻ അവർ കണ്ടെത്തിയേക്കാം. മിഥുൻ, അപ്പോൾ അതായത് ഇപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ അതിനെതിരെ ഒരു പടയൊരുക്കമുണ്ട്. അവിടെ മറ്റു നേതാക്കൾ ഈ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണോ? അല്ല, ഞാൻ BJPയുടെ പൊളിറ്റിക്സിനെ കമ്പയർ ചെയ്യുന്നത് ഒരു പക്ഷേ CK പത്മനാഭൻ മുതൽക്ക് ഇങ്ങോട്ടുള്ള നേതാക്കളുടെ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ്. അപ്പം CK പത്മനാഭൻ ആണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ 1999 മുതൽക്ക് 2003 വരെയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് പാർട്ടിയുടെ എന്താ പറയുക കാഡറൊക്കെ ശക്തിപ്പെടുത്താൻ സാധിച്ചു. പക്ഷെ LDF UDF ഡോമിനൻസിനെ അത്രയധികം ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കാത്തൊരു നേതാവാണ്. അതേപോലെ തന്നെ ശ്രീധരൻ പിള്ള 2 ടേം ഉണ്ടായിരുന്നു, 2003 മുതൽ 2006 വരെ, 2018 മുതൽ 2020 വരെ. അപ്പം ഈ സമയത്തൊക്കെ ഇവർക്കൊക്കെ തന്നെ സാധിച്ചത് പാർട്ടിയുടെ എന്താ പറയുക ശ്രീധരൻ പിള്ള കുറച്ചുകൂടെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള നേതാവായിരുന്നു. ഓരോ നേതാവിനും അവരുടേതായിട്ടുള്ള എന്താ പറയുക ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ കോൺസും ഉണ്ട്. ഇപ്പം ശ്രീധരൻ പിള്ളയുടെ സമയത്താണ് ശബരിമല വിഷയമൊക്കെ നടക്കുന്നത്. അപ്പൊ ശബരിമല വിഷയത്തിൽ അതിനെ ഒരു വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ BJPയുടെ വിസിബിലിറ്റി കൂട്ടാൻ സാധിച്ചു. പക്ഷെ ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം ഒരുപാട് നേട്ടങ്ങളുണ്ട് പാർട്ടിക്ക്. ഇപ്പൊ തോറ്റു കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ പോലെ സുരേന്ദ്രന്റെ കുറ്റം, ജയിച്ചു കഴിഞ്ഞാൽ അത് സ്ഥാനാർത്ഥിയുടെ മിടുക്ക് എന്നൊരു നെറേറ്റീവാണല്ലോ ഇപ്പൊ പുഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പം തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ അത് സുരേന്ദ്രന്റെ മിടുക്കൊന്നുമല്ല, അത് സ്ഥാനാർത്ഥിയുടെ കേപ്പബിലിറ്റി മാത്രമാണ്. പക്ഷെ തോറ്റു കഴിഞ്ഞാൽ അത് മൊത്തം സുരേന്ദ്രനെ തലക്കിട്ട് കെട്ടി വെക്കണം എന്നൊരു രീതിയിലാണ് മാധ്യമ ചർച്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ല, അതില് സംഘടനാ ശക്തി ഒട്ടും ഉപയോഗിക്കാതെ സുരേഷ് ഗോപി തന്റെ പേഴ്സണൽ മെടുക്കുകൊണ്ട് ജയിച്ചു എന്നാണോ താങ്കൾ പറഞ്ഞത്? സുരേഷ് ഗോപി പറഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സംഘടനയുടെ ഒരു ശക്തി ഉപയോഗിക്കാതെ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. അവിടെ സംഘടനയുടെ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടി ഇറങ്ങി തിരിച്ചിട്ടു. അതിനെയൊന്നും കാണാതെ തോറ്റു കഴിഞ്ഞാൽ മാത്രം സുരേന്ദ്രനെ പ്രതികൂട്ടിലാക്കുക, ജയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയുക അതാണ് കെ സുരേന്ദ്രനും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തോൽക്കുമ്പോൾ അത് പ്രസിഡന്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണല്ലോ, അത് ധാർമ്മികമായി താൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ അത് ചില നേതാക്കൾക്കുള്ള മറുപടിയാണ്. ലീഡർഷിപ്പ് കേപ്പബിലിറ്റി, അത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പാലക്കാട് തോൽവി ഇപ്പൊ താങ്കൾ നോക്കൂ, പാലക്കാട് തോൽവി വെച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട് എന്താ പറയുക ഈ ഇടയ്ക്ക് ഈ ശ്രീധരൻ വന്നതിന് ശേഷം ഉള്ള ഒരു എന്താ പറയുക ഉയർച്ചയെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ 2016 എന്തായിരുന്നോ BJP അത് തന്നെയാണ് BJP ഇപ്പോഴും ഉള്ളത്. അപ്പം ആ ഒരു പെർസെന്റേജിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ എത്ര വോട്ട് ഷെയർ പാലക്കാട് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ട് കുറഞ്ഞു എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുകയാണല്ലോ. നഗരസഭ എന്നുള്ളത് BJPയുടെ പക്കലുള്ളതാണ്. നഗരസഭയിൽ ഏത് രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി? 11,000 വോട്ട് എന്ന് പറയുന്ന ഈ ശ്രീധരന് ലഭിച്ച വോട്ടുകൾ, ആ വോട്ടുകൾ പൂർണ്ണമായും BJPയുടേതല്ല എന്ന് ഇപ്പോൾ പറയാമെങ്കിലും നിങ്ങൾ അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് BJPയുടെ വോട്ടുകൾ, BJPക്ക് ഉയർന്ന വോട്ടുകൾ എന്ന് തന്നെയാണ്. ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഞാൻ ഒരൊറ്റ ഈ CPM പ്രതിനിധി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പം അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, 2011 ശേഷം അവിടെ CPM അദ്ദേഹം BJP രാഷ്ട്രീയത്തെ ഇത്രയധികം വിമർശിക്കുന്നു, പക്ഷെ CPM അവിടെ എന്ത് വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചു എന്ന കാര്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനില്ല. ഇവിടെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം എന്താ പറയുക BJP എന്ത് മറുപടി കൊടുക്കും എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ CPM എന്ത് മറുപടി കൊടുക്കും എന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. എന്തുകൊണ്ട് താങ്കൾ പാലക്കാട് തോറ്റു എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല.
ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും കയറി ചെല്ലാമെന്നൊക്കെ. മുഖ്യമന്ത്രി അതൊരു പക്ഷെ ശരിയായിരിക്കാം കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ഉള്ള ഒരു കോൺ ആർട്ടിസ്റ്റ് അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണർ ആണെന്നൊക്കെ പറഞ്ഞ് വേഷം മാറിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഫോട്ടോ എടുത്ത് അതൊക്കെ പബ്ലിഷ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാധീനമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വർഗീയ പാർട്ടികളുടെ സപ്പോർട്ട് എന്താ പറയുക തേടിയ പാർട്ടിയാണ് CPIM. ഈ മദനിയെ പോലുള്ള ആളുകളെ വിളിച്ചിരുത്തി മഹാത്മാഗാന്ധിയുമായി താരതമ്യം ചെയ്ത പാർട്ടി ആരാണ്? CPIM ആണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒട്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക വർഗീയവാദികളുടെ കൂട്ടുപിടിക്കാതെയാണ് ഞങ്ങൾ എല്ലാ ഇലക്ഷനും മത്സരിക്കുന്നതെന്നൊന്നും പറയാനുള്ള ഒരു അവകാശവാദവും ഇവിടെ ഉന്നയിക്കാൻ സാധിക്കില്ല. അപ്പം അദ്ദേഹം ഇവിടെ BJPയെ ഇത്രയധികം വിമർശിക്കുന്നെങ്കിൽ CPIM എന്തുകൊണ്ട് പാലക്കാട് നിരന്തരമായി തോൽക്കുന്നു എന്ന കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവിടെ സരിനെ മത്സരിപ്പിക്കുന്നു. CPM-ൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുമില്ലേ? CPM-ൽ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ഒരു നേതാവ് പോലും ഇല്ലേ പാലക്കാട്? ഇവർക്ക് സരിനെ മാത്രം കൊണ്ടുപോയി മത്സരിപ്പിക്കേണ്ടിയിരുന്നു. അപ്പം അത് എന്ത് സ്ട്രാറ്റജി ആയിരുന്നു? അവിടെ CPM-ന് വേണ്ടി കഷ്ടപ്പെടുന്ന, അവിടെ CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന, അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ആരും ഇല്ലാഞ്ഞിട്ടാണോ സരിനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ CPM എന്തുകൊണ്ടാണ് ഒരു ശരിക്കുള്ള ഒരു എന്താ പറയാ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് സാധിക്കാത്തത്? അതൊരു വലിയ ചോദ്യമായി ഇവിടെ കിടക്കുന്നില്ലേ? അരുൺകുമാർ, ഇപ്പോൾ താങ്കൾക്ക് മിഥുന് മറുപടി കൊടുക്കാം. അതോടൊപ്പം തന്നെ CPM ആവർത്തിച്ച് ഈ വടകര തിരഞ്ഞെടുപ്പിലേക്ക് ഷാഫി പറമ്പിൽ പോകുന്ന ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അവിടെ BJP ഷാഫി പറമ്പിലിനെ വടകരയിൽ സഹായിക്കുന്നു, പകരം പാലക്കാട് BJP അക്കൗണ്ട് തുറക്കും, അതിനുള്ള കളിയാണ് നടക്കുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ വാദം തെറ്റാണെന്ന് തെളിയുക കൂടിയല്ലേ? ഇവിടെ നമുക്കറിയാം BJP അതിന്റെ വർത്തമാനകാലത്ത് ഏറ്റവും കടുത്ത ജനരോഷം നേരിടാൻ പറ്റിയ സാഹചര്യങ്ങൾ നിരവധിയാണ്. ഇപ്പൊ ഈ വയനാട് ഉരുൾപൊട്ടൽ, ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന് ഒരു പൈസ പോലും തന്നിട്ടില്ല കേന്ദ്രം എന്നുള്ളത് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴും BJP എന്തോ വാരിക്കോരി തന്നു എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി പ്രസ്താവനകൾ നടത്തി. ശ്രീ V മുരളീധരൻ പറഞ്ഞത് 3 ഗ്രാമങ്ങളല്ലേ ഒലിച്ചു പോയുള്ളൂ, ഇത് വലിയ ദുരന്തമൊന്നുമല്ല എന്ന് പറഞ്ഞത് ആ വയനാട്ടിലെ ദുരന്ത ബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത്രയധികം വേദനയുണ്ടാക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം വേദനയുണ്ടാക്കുന്ന പ്രസ്താവന BJPയുടെ ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3.5 കൊല്ലമായി ശരിക്കും ആ ED ആ ഫയലിന് മുന്നിൽ അടയിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഗൗരവമായിട്ടുള്ള ചർച്ചയുള്ള വിഷയങ്ങൾ, അതിൽ BJPയുടെ കേന്ദ്ര നേതൃത്വവും BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റും സ്വീകരിക്കുന്ന നിലപാടുകളിൽ കൃത്യമായി ഒരു മറുപടി പറയാൻ കഴിയാത്ത തരത്തിലേക്ക് BJPയുടെ സംസ്ഥാന നേതൃത്വം മാറിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങളും നേതാക്കന്മാർ തമ്മിലുള്ള വൈര്യവുമെല്ലാം വളരെ ഗൗരവത്തോടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 3 മണ്ഡലങ്ങളിലാണെങ്കിൽ പോലും BJPയുടെ പ്രാദേശികമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം വളരെ രൂക്ഷമായിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം കാണുകയാണ്. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, വടകര, അതുപോലെ തന്നെ ഈ പാലക്കാട്, അതുപോലെ തൃശൂർ, ഇത് 3 ഒറ്റ ഡീലാണ്. അതായത് വടകരയിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകാനുണ്ടായിട്ടുള്ള സാഹചര്യം, പാലക്കാട് ഇഞ്ചോട് ഇഞ്ച് ജയിച്ച, കേവലം 13,000 വോട്ടിന് വിജയിച്ച ഒരു മണ്ഡലത്തിലെ MLA കൊണ്ടുപോയി MP ആക്കി മത്സരിപ്പിക്കാനുള്ള സാഹചര്യം, അവിടെ നന്നായി ജയിച്ചിരുന്ന K മുരളീധരനെ കൊണ്ടുപോയി തൃശൂര് മത്സരിപ്പിക്കുന്ന സാഹചര്യം, തൃശൂര് 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെടുന്നു, അവിടെ BJP ജയിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിശാലമായിട്ടൊരു ഡീല്, ഇവിടെ 11,000 വോട്ട് BJPക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, വടകരയിൽ ആ സ്ഥാനാർത്ഥിയാകാനുണ്ടായ സാഹചര്യവും അവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതുമാണ് ഗൗരവമായിട്ടുള്ള വിഷയമെങ്കിൽ, പാലക്കാട് 11,000 വോട്ട് കുറഞ്ഞത് എങ്ങനെ BJPക്ക്? കഴിഞ്ഞ 10 കൊല്ലമായി ഒരു വളർച്ചയുമില്ല. 1000 വോട്ട് താഴേക്കാണ് 2016 കിട്ടിയതിൽ നിന്നും 1000 വോട്ട് താഴേക്കാണ് പോയത് എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് കോൺഗ്രസിന് വലിയ വോട്ട് നഷ്ടപ്പെടുന്നു, അവിടെ ആ വോട്ട് കൃത്യമായി BJPക്ക് കിട്ടുന്നു. 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെടുമ്പോഴാണ് 74,200 വോട്ടിന് BJP ജയിക്കുന്നത്. ഇവിടെ 11,000 വോട്ട് BJPക്ക് നഷ്ടപ്പെടുന്നു. 10,000 വോട്ട് SDPI തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു, അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ഞങ്ങൾ നടത്തിയെന്ന് SDPയുടെ നേതാക്കന്മാർ വിശദീകരിക്കുന്നു. അപ്പൊ ആ 11,000 പിന്നെ ഒരു 10,000 SDPയുടെയും കിട്ടുമ്പോൾ 18,500 വോട്ടിന് കോൺഗ്രസ് വിജയിക്കുന്നു. ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ കണക്കുകൾ വച്ച് നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. ക്ലെയിം ചെയ്യുന്നത് SDPI തന്നെയല്ലേ? 10,000 വോട്ട് ഞങ്ങൾ കോൺഗ്രസിന് കൊടുത്തു, 11,000 വോട്ട് BJPയുടെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ 40 നേതാക്കന്മാരുടെ ഫോൺ കോൾ ലിസ്റ്റ് ഏത് MP ആണ് കോൺഗ്രസിന്റെ MP? പേര് പുറത്തു വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കൃത്യമായി ജനങ്ങൾക്ക് വ്യക്തമാണ് ഏത് MP ആണ്. ആ കോൾ ഡീറ്റെയിൽസ് അടക്കം പുറത്തു വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്താ?
അതുകൊണ്ട് ബഹുമാനപ്പെട്ട വലതുപക്ഷ നിരീക്ഷകൻ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഡോക്ടർ പി സരീനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പൊ ഗൗരവമായിട്ടുള്ള വിഷയമായി താങ്കൾ ഉന്നയിക്കുകയാണ്. ഇതൊക്കെ എത്ര തവണ നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. ഞങ്ങൾക്ക് അവിടെ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടോ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. ഒരാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് യോജിക്കാൻ തയ്യാറായി വന്നാൽ, ഒരു നല്ല പ്രൊഫഷണൽ, നല്ല ഡോക്ടർ, ഒരു നല്ല സംഘാടകൻ അങ്ങനെ വന്നാൽ അദ്ദേഹത്തെ സംഘടനയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തോടൊപ്പം യോജിപ്പിച്ച് നിർത്തുക എന്നതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. ആര് വന്നാലും മത്സരിക്കുമെന്നൊക്കെ അത് അന്നേരം ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ സരീൻ വന്നു, സരീനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അന്തസ്സായി സരീൻ മത്സരിച്ച് ഈ നല്ല മുന്നേറ്റം ഉണ്ടാക്കി. 2016 പക്ഷേ ഈ പാലക്കാട് മണ്ഡലം വന്നതിന് ശേഷം, ഇതേ രൂപത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഈ വർഷമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ 4000 വോട്ടിന്റെ വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു മെച്ചം, ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുറവുകളും ഞങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ കോൺഗ്രസ്, BJPയും CPMും തമ്മിൽ ഉള്ള വോട്ട് വ്യത്യാസം കേവലം 2000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലത്തിന് ശേഷം നടക്കുമല്ലോ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ പാകത്തിലുള്ള ഒരു പശ്ചാത്തലം ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 12 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, അതിൽ 10 പേർ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിൽ സംസ്ഥാന നേതാവുണ്ട്, ജില്ലാ നേതാവുണ്ട്, അതുപോലെ വനിതാ കൌൺസിലർമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അവരുടെ കുടുംബമുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണം ഞങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി. അതുപോലെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടു. 5000 വോട്ട് വ്യത്യാസമാണ് ചേലക്കരയിൽ LDFും UDFും തമ്മിൽ 4 മാസം മുമ്പ് ഉണ്ടായിരുന്നത്. അത് 12000 വോട്ട് വ്യത്യാസമായിട്ട് മാറി. 4500 വോട്ടാണ് ഞങ്ങൾക്ക് ചേലക്കരയിൽ കൂടിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന്. അപ്പോ ആ സാഹചര്യം എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാലക്കാട് ഞങ്ങൾക്ക് 14000 വോട്ട് കൂടിയതുമെല്ലാം ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നല്ല പശ്ചാത്തലമൊരുക്കാൻ, അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും നല്ല പോരാട്ടം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അത് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്, സംതൃപ്തിയിലാണ്. കുറവുകളുണ്ടോ ഞങ്ങൾ അത് പരിശോധിച്ച് പരിഹരിക്കും. അതിന് സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. ശരി, ശ്രീ ജോർജ് പൊടിപാറ, താങ്കളുടെ ഒരു അനുമാനം എന്താണ്? ഇപ്പോൾ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ടേം കൂടി യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ നഡ്ഡ ഒഴിയുന്നതിനനുസരിച്ച് ഇപ്പോൾ നഡ്ഡ ഇപ്പോൾ മന്ത്രിയാകാൻ പോകുന്നു. അപ്പോൾ ദേശീയ നേതൃത്വം മാറുന്ന ഘട്ടത്തിൽ എല്ലാ നേതൃത്വങ്ങളിലും ഒരു സ്ഥാനചലനം ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ സുരേന്ദ്രനുള്ള സാധ്യത അതൊരു സാങ്കേതികത്വമാണ്. പക്ഷേ അതിലപ്പുറം പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി, ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും രണ്ടായിരിക്കുന്നു എന്ന തോന്നലെങ്കിലും പുറത്തേക്കുണ്ട്. ആ തോന്നൽ ഒരു തന്ത്രമാണ് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനവുമുണ്ട്. താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? പ്രതി സ്വാഭാവികമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടിയിലെ എല്ലാ നേതാക്കളെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കൂട്ടിയിണക്കി ഒരൊറ്റ ഘടകമാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിനൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ മറുപക്ഷത്തുള്ള PK കൃഷ്ണദാസ്, അതുപോലെ തന്നെ MT രമേശ്, പിന്നെ ഇന്ന് പങ്കെടുക്കാതിരുന്ന AN രാധാകൃഷ്ണൻ, ഇവർ ഒരു ഭാഗത്തിൻ്റെ എന്താ പറയുക, ഈ പറഞ്ഞ സുരേന്ദ്രൻ വിരുദ്ധ ഗ്രൂപ്പിൻ്റെ നേതാക്കളാണെന്ന് നമുക്കറിയാം. ശോഭാ സുരേന്ദ്രനാകട്ടെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. പക്ഷേ ഒരു ഗ്രൂപ്പിലും പെടാതെ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒതുക്കാൻ ശ്രമിച്ച നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതും കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലെ BJPയുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ BJPയെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ മറുപക്ഷത്ത് ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ സുരേന്ദ്രനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും സുരേന്ദ്രൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ വി മുരളീധരൻ ഗ്രൂപ്പ് കൂടിയായിരുന്നു. ഈ 2 പേരാണ് ആ വിഭാഗത്തെ ശക്തമായി നിലനിർത്തിയതും പല കാര്യങ്ങളിലും അവരുടെ നില ഭദ്രമാക്കിയതും പാർട്ടിയിൽ അവരുടെ സ്വാധീനം ഗണ്യമായി ഉയർത്തി അവരാഗ്രഹിക്കുന്ന രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കരുത്താർജിച്ചത് ഈ 2 പേരുടെയും ഒരു ബലം കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുരളീധരൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് മുൻപത്തെ പോലെ സുരേന്ദ്രൻ്റെ പിന്നിൽ അല്ലെങ്കിൽ സുരേന്ദ്രനൊപ്പമോ അതിനപ്പുറമോ അദ്ദേഹത്തോടൊപ്പം നിന്ന അദ്ദേഹത്തിന് ശക്തി പറഞ്ഞ വി മുരളീധരൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം അത് സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കണം, എനിക്കറിയില്ല എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ എവിടെയോ എന്തോ ആ ബന്ധത്തിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പോറലെങ്കിലും വീണിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്.
പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ വഴി പിരിയുമോ? ഇനി ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മാറ്റം വരുമോ? ഇതെല്ലാം പരിഗണിച്ച് ഈ കേരളത്തിലെ BJP-യെ അല്ലെങ്കിൽ BJP നേതൃത്വ സുരേന്ദ്രനെ മാറ്റി ഈ പാർട്ടിയെ ഒന്നുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ പ്രസിഡന്റ് ആക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പം മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേന്ദ്രൻ എന്ന നേതാവ് അത്ര ദുർബലനായൊരു നേതാവൊന്നുമല്ല. പല പരീക്ഷണങ്ങളിലും എന്തൊക്കെ പറഞ്ഞാലും സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ BJP ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് പിടിച്ചെടുത്തത്. അത് അദ്ദേഹത്തിന് ജയിച്ചയാൾ പറയുന്നത് പാർട്ടിയുടെ ബലം കൊണ്ടൊന്നും അല്ല, ഞാൻ 5-6 വർഷം അവിടെ തമ്പടിച്ച് നടത്തിയ എൻ്റെ ഒരു വ്യക്തി പ്രഭാവത്തിൽ ആകൃഷ്ടരായി ജനം എനിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ്. ദേശീയ നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിയുടേത്. അത് സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങാതെ വേറെ തന്നെ ഒരു വ്യക്തിത്വമായി മാറി നിൽക്കുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജയിച്ച് MP ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ രീതികളും പ്രവർത്തകരും പാർട്ടിയുമായി ബന്ധമില്ലാത്ത രീതിയിലാണ്. സുരേന്ദ്രൻ്റെ ക്രെഡിറ്റ് മാത്രമല്ല, പക്ഷേ സുരേന്ദ്രൻ്റെ ക്രെഡിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതും ഒരു തെറ്റ് തന്നെയാണ്. കാരണം പാർട്ടി കുറേ കാലമായിട്ട് ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്തൊരു മുന്നേറ്റമാണ് വി മുരളീധരൻ നടത്തിയത്. സത്യത്തിൽ അത്രയും വലിയൊരു മുന്നേറ്റം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ സാക്ഷാൽ ശശി തരൂരിനെ വിറപ്പിച്ചില്ലേ? അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, അവിടെ കോർപ്പറേഷനൊക്കെ ഭരിക്കുന്ന ഇടതുമുന്നണി അവിടെ എത്രാം സ്ഥാനത്താണ്? അതുപോലെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു മുന്നേറ്റം ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ ഏക മണ്ഡലം, അതായത് ഇടതുമുന്നണി ജയിച്ച ഏക മണ്ഡലം ആലത്തൂരിൽ അതിന് മുമ്പത്തെ തവണത്തേക്കാൾ 1,00,000-ലധികം വോട്ടിൻ്റെ ഒരു കുതിപ്പ് BJP-ക്ക് ഉണ്ടായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ പാർട്ടിക്ക് ഒരു കുതിപ്പ് ഉണ്ടായില്ല, നേട്ടം ഉണ്ടായില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പാലക്കാടിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പിഴച്ചു എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അപ്പാടെ പിഴയ്ക്കുന്നു. കൃഷ്ണകുമാറിനോടുള്ള ഒരു അമിത പ്രതിപത്തി, യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളാനുള്ള, വസ്തുനിഷ്ഠമായി ഉൾക്കൊള്ളാനുള്ള ഒരു അദ്ദേഹത്തിനൊരു തടസ്സമായി മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശക്തിപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണല്ലോ. ജോർജ് പൊടിപ്പാറ, താങ്കൾക്ക് പൂർത്തിയാക്കാം. നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞ ചില വാദങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഞാനൊരു പാർട്ടി അനുഭാവി എന്നുള്ള നിലയ്ക്ക് ഒന്നുമല്ല. പക്ഷേ ചില സത്യസന്ധതയോടെ ചില കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ സരിൻ പാർട്ടി മാറി ചെല്ലുമ്പോൾ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ, മുൻപ് സ്ഥാനാർത്ഥിയായ ഒരാളാണ്, അദ്ദേഹം അസംതൃപ്തനായി ഒരു സുപ്രഭാതത്തിൽ ചില വ്യക്തി വൈരാഗ്യങ്ങൾ, ഷാഫിയോടുള്ള വിരോധം, VD സതീശനോടുള്ള വിരോധം, അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ ഒരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ വ്യക്തിവിരോധം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ഇരുട്ടി വെളുക്കുമ്പോൾ മറുകണ്ഠം ചാടി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ CPM-ന് ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിനൊരു പ്രത്യയശാസ്ത്രവും തടസ്സമായില്ല. അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികളോ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ ഒന്നും തടസ്സമായില്ല. മറിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വന്നപ്പോൾ, ആ സന്ദീപ് വാര്യരുടെ കാര്യത്തിലും പാർട്ടി പറഞ്ഞതാണ് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള ഒരു സഖാവാകും, കാലാന്തരത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അദ്ദേഹം നിലപാടൊക്കെ മാറ്റി തന്നെയാണ് നിലപാട് ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പഴയ തെറ്റുകൾ ആവർത്തിക്കില്ല, ഞാൻ എൻ്റെ നിലപാട് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് വന്നപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ അപരാധമാണ്. CPM-ന് ആരെയും സ്വീകരിക്കാം, കോൺഗ്രസ്സിനോ UDF-നോ ആരെയും സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ ഞങ്ങൾ ഏത് തറപ്പണിയും ചെയ്യും. അല്ലെങ്കിൽ കേരളത്തിൽ CPM-ൻ്റെ സ്റ്റേച്ചറുള്ളൊരു പാർട്ടി, ഇത്ര അന്തസ്സുള്ളൊരു പാർട്ടി, ഇത്ര ഇടതുപക്ഷ മനസ്സുള്ളൊരു പാർട്ടി, അങ്ങനെ കേരളത്തിലെ ലക്ഷോപലക്ഷം മതനിരപേക്ഷ വിശ്വാസികൾ ഈ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടി 10 വോട്ടിന് വേണ്ടിയിട്ട് ഏറ്റവും മുസ്ലിം വിശ്വാസികളുടെ മനസ്സിലേക്ക് അത് അടിച്ചു കയറ്റാൻ 2 മുസ്ലിം പത്രങ്ങളിൽ അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമോ? ആരെങ്കിലും കേരളത്തിൽ അതിനു മുമ്പ് ആ പണി ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാർട്ടിക്ക് എന്താ ഗുണം കിട്ടുന്നത്? ഉള്ള വിശ്വാസ്യത തകരുന്നു. എന്തിനും തയ്യാറാകുന്ന ഒരു പാർട്ടിയാണത്. വോട്ടിന് വേണ്ടി എന്നുള്ളൊരു ചിന്തയല്ലേ വളരുന്നത്. നിരാശയുണ്ട്. CPM പോലുള്ളൊരു പാർട്ടി. എന്നാൽ ഈ 4 പത്രങ്ങളിലും ഹിന്ദുവിലൊക്കെ അതുകൊണ്ട് ചെന്നാൽ ചിലവാകില്ല. അതിൻ്റെ വായനക്കാർ ക്ലാസ് റീഡേഴ്സാണ്. മാതൃഭൂമിയുടെ വായനക്കാരുടെ അടുത്തും ആ ചപ്പടി വിദ്യ ചിലവാകില്ല. പക്ഷേ അത്രയൊന്നും വിദ്യാഭ്യാസമില്ല, അത്രയൊന്നും ചിന്തിക്കാത്ത, ഈ മതേതരമൊന്നും ചിന്തിക്കാൻ കഴിയാത്ത മുസ്ലിങ്ങളുടെ ഇടയിലേക്ക്, ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇത്തരം ടിപ്പണികൾ ചിലവാകും എന്നൊരു തെറ്റിദ്ധാരണയുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു നടപടിയായിട്ട് നിങ്ങൾക്ക് വർഗീയതയെക്കുറിച്ച് ഒക്കെ പറയാൻ എന്താ അവകാശം?
എന്താ അവകാശമുള്ളത്? ശരൺകുമാർ മറുപടി. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങിയ വാചകം കുറച്ച് ദിവസമായി കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ ഈ വിഷയത്തിൽ രാഷ്ട്രീയ വാചകങ്ങൾ ഒരു വാക്കോ ഒരു കുത്തോ കോമയോ ഇല്ലാതെ അദ്ദേഹം ആവർത്തിച്ചു. അപ്പൊ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. സരിൻ പറഞ്ഞത് 2 വിഷയങ്ങളാണ്. ആ 2 വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലായി. ആ DCC കൊടുത്ത കത്ത് KPCCയിൽ എത്തിയതും ആ കത്ത് ചോർന്നതും ആ കത്തിൽ ഒരു പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും ആ പേര് പോലും KPCC പരിഗണിക്കാത്തതും അതുപോലെ തന്നെ DCCയുടെ അഭിപ്രായം KPCCയുടെ ഒരു തരത്തിലും മൈൻഡ് ചെയ്യാത്തതും അത്തരത്തിൽ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങളെ ആരെ ആക്കണം എന്താക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളിൽ ഒരു തർക്കവുമില്ല. ആ സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയെന്നും ഏറ്റവും അന്തസ്സായിട്ടുള്ള പ്രശ്നം നടത്തിയെന്നും ആ സ്ഥാനാർത്ഥി അന്തസ്സായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടത്തിയതെന്നും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും പിന്തുണ കിട്ടിയെന്നും ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച സ്ഥാനാർത്ഥിയാ. പിന്നെ പത്രപരസ്യം മറ്റു കാര്യങ്ങളും പൊതുസമൂഹത്തിൽ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യം, അദ്ദേഹം പല ഘട്ടത്തിൽ ആവർത്തിച്ച കാര്യം, അതുമാത്രമേ ജനങ്ങളുടെ മുന്നിലുള്ളൂ. അല്ലാതെ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. അത് മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ നേതാക്കന്മാരാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലും ഒരു തെറ്റും ഞങ്ങൾ കണ്ടിട്ടില്ല. ശരി, പാലക്കാട്ടെ തോൽവിയും വിജയവും ആ ചർച്ച ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, മിഥുൻ വിജയകുമാർ, ജോർജ് പൊടിപ്പാറ ചർച്ചയിൽ പങ്കെടുത്ത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.